ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും നമ്മൾ ഒരു കഥ പറയാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് അതിരസകരമായ കഥയാണ്. അപ്പം ബീർബൽ കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ബീർബൽ കഥകൾ കേട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ അതിപ്രശസ്തനായിട്ടുള്ള അതിബുദ്ധിമാനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു ബീർബൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രണ്ട് കഥകളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കൂടുതൽ നമുക്ക് ആമുഖങ്ങളൊന്നും വേണ്ട, നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഒരു ചെറിയ ചാനലാണ്, ഇപ്പോൾ തുടങ്ങിയിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അതേപോലെ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അപ്പോൾ ഒരിക്കൽ അക്ബർ ചക്രവർത്തി തന്റെ രാജസദസ്സിലെ മന്ത്രിമാരുടെയും മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിന് അദ്ദേഹം കണ്ടെത്തിയ ഒരു വഴി എന്ന് പറയുന്നത്, അദ്ദേഹം എല്ലാവരെയും രാജസദസ്സിൽ ചെന്ന് എല്ലാവരെയും അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം ഒരു വര അങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, തറയിൽ ഒരു വര അങ്ങോട്ട് വരച്ചതിന് ശേഷം അപ്പൊ എല്ലാവരും അന്തം പൊട്ടിയിരിക്കുകയാണ്. എന്താണ് ഇദ്ദേഹം കാണിക്കുന്നതെന്ന് അറിയാൻ വയ്യ, എല്ലാവരും അന്തം പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനിപ്പോൾ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വരയിൽ തൊടാതെ ഈ വരയെ ചെറുതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരിതോഷികങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട്, എങ്ങനെയാണ് വരയിൽ തൊടാതെ വരയെ എങ്ങനെ ചെറുതാക്കാൻ പറ്റും? എല്ലാവരും വളരെയേറെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി, പക്ഷെ വരയിൽ തൊടാതെ സ്പർശിക്കാതെ വരയെ ചെറുതാക്കാനായിട്ട് ഒരു തരത്തിലും പറ്റിയില്ല. എല്ലാവരും പരാജയപ്പെട്ടു, എല്ലാവരും മാറി നിന്നു. രാജാവിനാണെങ്കിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുസൃതിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇടുക്കരാക്കുക എന്ന് പറയുന്നത് ചക്രവർത്തിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ബീർബൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബീർബൽ എന്ത് ചെയ്തെന്നോ, ബീർബൽ പതുക്കെ വരയുടെ അടുത്തോട്ട് വന്നതിന് ശേഷം അദ്ദേഹം നേരെ പരിചാരകനെ വിളിച്ചിട്ട് ഒരു ചോക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പരിചാരകൻ ഒരു ചോക്ക് കൊണ്ടുവന്നു. ബീർബൽ രാജാവ് വരച്ച വരയുടെ തൊട്ടടുത്ത് തന്നെയായി അതിനെയും കാട്ടി നീളത്തിലൊരു വരയും വരച്ചു. എന്നിട്ട് രാജാവിനോട് പറയുകയാണ്, ചക്രവർത്തിയോട് പറയുകയാണ്, ഇപ്പോൾ നോക്കൂ, അങ്ങയുടെ വര ചെറുതായി, ഞാനാണെങ്കിൽ അങ്ങയുടെ വരയിൽ തൊട്ടിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ആ ബുദ്ധിശക്തി കണ്ട് ചക്രവർത്തി വലിയ രീതിയിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദേഹത്തിന് അറിയാം ബീർബൽ ഏതെങ്കിലും രീതിയിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. കാരണം വളരെ രസകരമായ രീതിയിൽ കാര്യങ്ങളെ അപഗ്രഥിക്കാൻ കഴിവുള്ള ഒരു ആളുകൂടിയാണ് ഈ ബീർബൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബീർബൽ കഥ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് കിടക്കാം. രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബീർബലിന്റെ പിതാവിന് ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ആളാണെന്നും അദ്ദേഹം ഒരു മണ്ടനാണെന്നും ഒക്കെ, കാരണം ലോക കാര്യങ്ങളെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ലെന്നൊക്കെ ഈ അക്ബർ ചക്രവർത്തിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ എന്നിട്ടും ബീർബലിനെ ഒന്ന് ഇളിഫിലാക്കണം, ബീർബലിനെ ഒന്ന് പറ്റിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഒരിക്കൽ ബീർബലിനോട് പറയുകയാണ്, ബീർബൽ, നീ പോയി നിന്റെ അച്ഛനെ കൊട്ടാരത്തിൽ വിട്ട് കൂട്ടിക്കൊണ്ടുവരണം. ബീർബൽ സമ്മതിച്ചു. പക്ഷെ ബീർബലിന് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു വലിയ പണി വരുന്നുണ്ട്. കാരണം എന്നെ പണിയാൻ വേണ്ടിയിട്ട്, എന്നെ ഇളിഫിനാക്കാൻ വേണ്ടിയിട്ട്, എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് രാജാവ് എന്തോ ബുദ്ധി കണ്ടുവച്ചിട്ടുണ്ടെന്ന് ബീർബലിന് മനസ്സിലായി. ബീർബൽ എന്ത് ചെയ്യുന്നു, ബീർബൽ നേരെ വീട്ടിൽ ചെന്ന് പിതാവിനെ വിളിച്ചിട്ട് പറയാണ്, ഇന്നങ്ങ് കൊട്ടാരത്തിലോട്ട് വരണം എൻ്റെ ഒപ്പം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം, രാജാവ് എന്ത് ചോദിച്ചാലും ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല, മൗനമായിരിക്കണം. രാജാവ് പല കാര്യങ്ങളും ചോദിക്കും, പക്ഷെ ഒരു ചോദ്യത്തിന് പോലും ഒന്നിന് പോലും ഉത്തരം നൽകുവാനോ വാതുറക്കാനോ പാടുള്ളതല്ല. ആ ഒരു കണ്ടീഷനിൽ ബീർബല് തന്റെ പിതാവുമായിട്ട് രാജകൊട്ടാരത്തിൽ വരുന്നു. രാജാവിന് വലിയ സന്തോഷമായി. ഇന്ന് ബീർബലിനെ പറ്റിച്ച് ഇടുക്കനാക്കി മണ്ടനാക്കുക, പരിഹസിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഉടനെ അദ്ദേഹത്തിന്റെ ബീർബലിന്റെ പിതാവിനോട് ആദ്യം ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം മിണ്ടാകുന്നു. വീണ്ടും ചോദിച്ചു, അദ്ദേഹം വീണ്ടും മിണ്ടാതിരിക്കുന്നു. അങ്ങനെ പല ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല. മറുപടി കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം രാജാവിന് സഹിയിട്ടു. രാജാവ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇത്ര നേരമായിട്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഒന്നിനു പോലും മറുപടി തന്നില്ല. നിങ്ങൾ എന്താണ് മറുപടി തരാത്തത്? നിങ്ങളൊരു മണ്ടനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ അതുകൊണ്ടല്ലേ നിങ്ങൾ മറുപടി തരാത്തതെന്ന് അദ്ദേഹം വളരെ ദേഷ്യഭാവത്തിൽ ചോദിക്കുന്ന സമയത്ത് ബീർബൽ പതിയെ അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തോട്ട് എന്നിട്ട് പറയാണ്, ചക്രവർത്തി അങ്ങ് ക്ഷമിക്കണം,
എന്റെ പിതാവ് ഇത്ര നേരം മിണ്ടാകുന്നത് വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. അദ്ദേഹം വളരെ ബുദ്ധിയുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം കൊടുക്കാറുള്ളൂ. അങ്ങ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ശുദ്ധ മണ്ടത്തരങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഉത്തരം തരാഞ്ഞത്. ഇത് കേട്ടതും അക്ബർ ചക്രവർത്തി ആകെപ്പാടെ എലിഫ്യനായി പോയി ആ സദസ്സിന്റെ മുന്നിൽ. അപ്പോൾ ബീർബലിന്റെ ഇതാണ് 2 കഥകൾ. ചെറിയ കഥകളാണ്. ഓക്കെ, പണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ് ബീർബൽ കഥകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇനിയും ഇങ്ങനെയുള്ള കഥകളുമായിട്ട് ഇനിയും വരാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ അടുത്ത ഒരു കഥയുമായിട്ട് കാണുന്നവരെ